യഥാർത്ഥത്തിൽ മലയാളിക്ക് അല്ലെങ്കിൽ കേരളീയർക്ക് അഭിമാനമായിരിക്കേണ്ട മലയാള സിനിമ എത്രമാത്രം ജീർണമായ രീതിയിലേക്ക്, എത്രമാത്രം അശ്ലീലമായ രീതിയിലേക്ക്, എത്രമാത്രം വർഗീയമായ രീതിയിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടി ഇതിലെ പവർ ഗ്രൂപ്പുകൾ അല്ലെങ്കിൽ നിക്ഷിപ്ത താല്പര്യക്കാർ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ സംശയിക്കുന്നത്. സിനിമാളിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. മലയാള സിനിമയിലെ അഭിനേതാക്കളുടെ സംഘടനയായ AMMA, അസോസിയേഷൻ ഓഫ് മലയാളം മൂവി ആർട്ടിസ്റ്റ്, കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഈ സംഘടന വലിയ വിവാദങ്ങൾ പേറിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളുടെ ടെലിവിഷൻ ചാനലുകളിലും പത്രങ്ങളിലും ഒക്കെ തന്നെ ഇത് സംബന്ധമായ നിരവധി ന്യൂസുകളും സ്റ്റോറികളും അഭിമുഖങ്ങളും എല്ലാം തന്നെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ചില ചാനലുകൾ ഇനി ഞങ്ങൾ ഈ AMMAയിലെ വിവാദങ്ങൾ അല്ലെങ്കിൽ അതിലെ തർക്കങ്ങൾ ഞങ്ങൾ റിപ്പോർട്ട് ചെയ്യില്ല എന്ന് തന്നെ പറയുന്ന അത്രയും ജീർണമായ രീതിയിലേക്ക് പോലും കാര്യങ്ങൾ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. നേരത്തെ തന്നെ ഈ സംഘടന രൂപീകരിച്ച് മലയാള സിനിമയിലെ അഭിനേതാക്കളുടെ ഈ സംഘടനയിൽ തിലകൻ ഉണ്ടായിരുന്ന കാലത്ത് അദ്ദേഹം ഇപ്പോൾ മരണപ്പെട്ടു. ഈ സംഘടന അതുപോലെ തന്നെ മലയാള സിനിമയിലെ പവർ ഗ്രൂപ്പ് തന്നോട് വളരെ മോശമായിട്ടാണ് പെരുമാറുന്നത്, അല്ലെങ്കിൽ തൻ്റെ അവസരങ്ങൾ നിഷേധിക്കുകയാണ് തുടങ്ങിയ പല ആരോപണങ്ങളും അന്ന് ഉന്നയിക്കുകയുണ്ടായി. അതെല്ലാം തന്നെ വനരോധനമായി തീർന്നു. പിന്നീട് മലയാള സിനിമയിലെ ഒരു പ്രമുഖ നടി കൊച്ചി നഗരത്തിൽ നടുറോട്ടിൽ വെച്ച് ആക്രമിക്കപ്പെട്ടപ്പോൾ കൃത്യമായ നിലപാടെടുക്കുന്നതിൽ ഈ AMMA എന്ന സംഘടന പരാജയപ്പെട്ടതായിട്ടാണ് നമ്മൾ നിരീക്ഷിച്ചത്. ഈ ആക്രമണത്തിൽ ആരോപിക്കപ്പെട്ട നടനെ ആദ്യഘട്ടത്തിൽ പുറത്താക്കിയെങ്കിലും പിന്നീട് തിരിച്ചെടുത്തു. എന്നാൽ ഈ ഇരയാക്കപ്പെട്ട വേട്ടയാടപ്പെട്ട നടിയെ തിരിച്ചെടുക്കുന്നതിന് ഇതുവരെയും AMMA സന്നദ്ധമായിട്ടില്ല. മാത്രമല്ല, ഇതിൽ പ്രതിഷേധിച്ച് കുറേയധികം നടികൾ, അഭിനേത്രികൾ AMMA വിടുകയും അവർ WCC, വിമൺ ഇൻ സിനിമ കളക്റ്റീവ് എന്ന സംഘടന രൂപീകരിക്കുകയും ചെയ്തു. മാത്രമല്ല, അതിനെ തുടർന്ന് ഹേമ കമ്മിറ്റി ഒരു കമ്മിറ്റി തന്നെ കേരള ഗവൺമെൻറ് രൂപീകരിച്ചു. മലയാള സിനിമയിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, പ്രത്യേകിച്ചും ലൈംഗിക അതിക്രമങ്ങൾ നടക്കുന്നുണ്ടോ, എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത് എന്നെ സംബന്ധിച്ചുള്ള വളരെ വിശദമായ ഒരു അന്വേഷണം തന്നെ ഹേമ കമ്മിറ്റി നടത്തുകയുണ്ടായി. അതിൻ്റെ റിപ്പോർട്ട് പുറത്തു വന്നെങ്കിലും മുഴുവനായി പ്രസിദ്ധീകരിക്കാൻ സർക്കാർ തയ്യാറായില്ല. അതിനെ സംബന്ധിച്ച് പലതരത്തിലുള്ള ഊഹാപോഹങ്ങൾ, വിവാദങ്ങൾ എല്ലാം തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ടിൽ തന്നെ അത് മുഴുവൻ പ്രസിദ്ധീകരിക്കേണ്ടതില്ല, ചില കാര്യങ്ങൾ സ്വകാര്യതയുമായി ബന്ധപ്പെട്ടതാണ് എന്ന് പറയുന്നുണ്ട് എന്നാണ് പറയുന്നത് ഗവൺമെൻറ്. ഇടതുപക്ഷത്തിൻ്റെ കാലഘട്ടത്തിലാണ്, ഇടതുപക്ഷ മുന്നണിയുടെ കാലഘട്ടത്തിലാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യപ്പെട്ടത്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ അധികാരത്തിൽ വന്നിട്ടുള്ള UDF ഗവൺമെൻറ്റിന് വേണമെന്നുണ്ടെങ്കിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മുഴുവനായി പുറത്തു വിടാവുന്നതാണ്. പക്ഷേ നമ്മൾ കാണുന്നത് ഈ മലയാള സിനിമയിൽ പ്രവർത്തിക്കുന്ന പവർ ഗ്രൂപ്പുകൾ, പ്രത്യേകിച്ചും താരങ്ങൾ, സൂപ്പർ താരങ്ങൾ, ഈ സൂപ്പർ താരങ്ങൾ അല്ലെങ്കിൽ സെലിബ്രിറ്റികൾ, ഈ സെലിബ്രിറ്റികളോട് വിധേയത്വവും അവരോട് അനുസരണയും അവരോട് പേടിയും ഉള്ള രീതിയിൽ മലയാള സിനിമയിലെ ആളുകൾ മാത്രമല്ല, രാഷ്ട്രീയ രംഗത്തെയും ഉദ്യോഗസ്ഥ രംഗത്തെയും ഒക്കെ പ്രമുഖർ, പോലീസിൽ പോലുമുള്ള ആളുകൾ വിധേയപ്പെട്ടിരിക്കുന്നുണ്ടോ എന്ന് സാമാന്യ ജനം നിരീക്ഷിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ സാമാന്യ ജനം അപ്രകാരം കരുതുന്ന രീതിയിലുള്ള ചില തീരുമാനങ്ങളോ അല്ലെങ്കിൽ നടപടികളോ ആണ് പലപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തന്നെ ചില നടികൾ അവർ പോലീസ് സ്റ്റേഷനിൽ അല്ലെങ്കിൽ അവർ കേസ് കൊടുക്കണമെന്ന് പറഞ്ഞ് അവരുടെ FIR പോലും രേഖപ്പെടുത്തുന്നില്ല എന്ന് പറയുന്നു. ആഭ്യന്തരമന്ത്രി ഇടപെട്ടിട്ട് പോലും പോലീസ് FIR രേഖപ്പെടുത്തുന്നില്ല എന്ന് പറയുന്നു. എന്നാൽ മറ്റു ചിലതിൽ FIR രേഖപ്പെടുത്തി, അല്ലെങ്കിൽ അതിനു മുൻപ് മണിക്കൂറുകൾ നീണ്ട അന്വേഷണം പോലീസ് സ്റ്റേഷനിൽ ഇരുന്നു കൊണ്ട് ഇതേ നടിക്ക് നേരെ ഉണ്ടായി എന്ന് ആ നടി ആരോപിക്കുന്നു. അതുപോലെ തന്നെ വർഗീയതയുടെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. ചില മതത്തിൽപ്പെട്ടവരെ പ്രത്യേക രീതിയിൽ കാണുന്നു, അവരെ പരിഹസിക്കുന്നു, അല്ലെങ്കിൽ അവരെ കുറ്റപ്പെടുത്തുന്നു, ഭീകരവാദികളെന്ന് പറയുന്നു എന്ന് ഉള്ള രീതിയിൽ. അതുപോലെ തന്നെ രാഷ്ട്രീയ കക്ഷികൾ, കേന്ദ്ര രാഷ്ട്രീയ കക്ഷിയുടെ ഇടപെടലുകൾ ഉണ്ടെന്ന് പറയുന്നു. വമ്പിച്ച രീതിയിലുള്ള പണത്തിൻ്റെ ഒഴുക്കുകൾ ഈ രംഗത്തുണ്ടെന്ന് പറയപ്പെടുന്നു. ഞാനിതിലൊരു പക്ഷവും പിടിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. മാത്രമല്ല, ചില ഫോൺ സംഭാഷണങ്ങൾ ചില ആളുകൾ പുറത്തുവിടുന്നുണ്ട്. ആ ഫോൺ സംഭാഷണങ്ങളിൽ അശ്ലീലമായ
ധ്വനികൾ വരുന്നുണ്ട്, ജനപ്രതിനിധികൾ വരെ. ഇത്തരത്തിലുള്ള ജനപ്രതിനിധികൾ, ഈ ജനപ്രതിനിധിക്ക് വേണ്ടി സൂപ്പർ താരങ്ങൾ രംഗത്ത് വന്നിട്ടുണ്ട്, നമ്മൾ കണ്ടു. അപ്പോൾ ഇതെല്ലാം തന്നെ കാണിക്കുന്നത് യഥാർത്ഥത്തിൽ മലയാളിക്ക് അല്ലെങ്കിൽ കേരളീയർക്ക് അഭിമാനമായിരിക്കേണ്ട മലയാള സിനിമ എത്രമാത്രം ജീർണമായ രീതിയിലേക്ക്, എത്രമാത്രം അശ്ലീലമായ രീതിയിലേക്ക്, എത്രമാത്രം വർഗീയമായ രീതിയിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടി ഇതിലെ പവർ ഗ്രൂപ്പുകൾ അല്ലെങ്കിൽ നിക്ഷിപ്ത താല്പര്യക്കാർ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ സംശയിക്കുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ അശ്ലീലമായ സംഭാഷണങ്ങൾ, അതുപോലെ തന്നെ അവരുടെ സെക്ഷൽ ജോക്കുകൾ, അതുപോലെ തന്നെ രാഷ്ട്രീയമായ അവരുടെ നിക്ഷിപ്ത താല്പര്യങ്ങൾ, അവരുടെ വർഗീയ താല്പര്യങ്ങൾ, അവരുടെ അറിവില്ലായ്മകൾ, വിവരദോഷങ്ങൾ, ഇതെല്ലാം കൂടി കൂട്ടിക്കുഴച്ച് നിക്ഷേപിക്കുന്നതിനും ജനങ്ങളുടെ മേൽ വർഷിക്കുന്നതിനുമുള്ള ഒരു കാര്യമായി മലയാള സിനിമയെ ഇവർ കരുതുകയാണോ എന്നുപോലും നമ്മൾ സംശയിക്കുന്നു. നിങ്ങൾ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് അന്വേഷിക്കേണ്ടതില്ല, നിങ്ങൾ വേണമെങ്കിൽ സിനിമ കണ്ടോളൂ, പോയിക്കോളൂ എന്ന രീതിയിലൊക്കെയാണ് പലപ്പോഴും ഇവർ പറയാറുള്ളത്. നമ്മൾ ഏതെങ്കിലും സിനിമയെ വിമർശിക്കുന്ന സമയത്ത് ഇവരുടെ PR ഗ്രൂപ്പുകളുടെ ഗുണ്ടകൾ ചാടി വീഴും. ഈ പവർ ഗ്രൂപ്പിൻ്റെ ആളുകളുടെ പല രീതിയിലുള്ള ചൂഷണങ്ങൾക്കും അതുപോലെ തന്നെ മർദ്ദനങ്ങൾക്കും പ്രേക്ഷകർ വരെ വിധേയമാവുന്ന പരിസ്ഥിതിയും ഉണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ കാണിക്കുന്നത് മലയാള സിനിമയെ സംബന്ധിച്ച്, മലയാള സിനിമ കാണികൾ എന്ന രൂപത്തിൽ നമ്മൾ ഇതിനെ സംബന്ധിച്ചുള്ള ഒരു വീണ്ടുവിചാരം, അതല്ലെങ്കിൽ ഇതിനെ സംബന്ധിച്ചുള്ള ദീർഘമായ ചില ആലോചനകൾ, വളരെ ആഴത്തിലുള്ള ചില ആലോചനകൾ നടത്തേണ്ടതുണ്ട് എന്നുള്ളതാണ്. കാരണം ഈ സെലിബ്രിറ്റികൾക്ക് കീഴ്പ്പെടുന്ന ഒരു സംസ്കാരം, താരാരാധന, ഈ താരാരാധന നമ്മളുടെ ഉന്നത രാഷ്ട്രീയ നേതാക്കൾക്കുണ്ടോ, അതുപോലെ തന്നെ അവരുടെ ഈ ഉന്നതമായ ഉദ്യോഗസ്ഥന്മാർക്കുണ്ടോ, പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കടക്കമുണ്ടോ എന്ന് നമ്മൾ സംശയിക്കുകയാണ്. ഇത് ഒരു സമൂഹത്തെ എങ്ങോട്ടാണ് കൊണ്ടുചെന്നെത്തിക്കുക? വിമർശനാവബോധം എന്തുകൊണ്ടാണ് നമുക്ക് നഷ്ടപ്പെടുന്നത്? വിമർശകരെ എന്തുകൊണ്ടാണ് ശത്രുക്കളായി കരുതുന്നത്? വിമർശകരെ അടിച്ചൊതുക്കാം അല്ലെങ്കിൽ നിശബ്ദരാക്കാം എന്ന് എന്തുകൊണ്ടാണ് കരുതുന്നത്? ഇപ്രകാരമുള്ള ഒരുപാട് ചോദ്യങ്ങൾ കേരളത്തിലെ ജനാധിപത്യ സമൂഹത്തിന്, അതുപോലെ തന്നെ ഈ സിനിമയെ സ്നേഹിക്കുന്നവർക്ക്, പ്രേക്ഷകർക്ക്, അതുപോലെ തന്നെ പൊതുജനത്തിന് സാമാന്യമായി ചോദിക്കാനുണ്ട്. ഈ ചോദ്യങ്ങളിൽ നിന്നൊളിച്ചോടാൻ തീർച്ചയായും മലയാള സിനിമയിലെ പവർ ഗ്രൂപ്പിന് സാധിക്കുകയില്ല. ഇപ്പോൾ തന്നെയുള്ള ഈ പവർ ഗ്രൂപ്പിലെ അല്ലെങ്കിൽ ഈ മലയാള സിനിമയിലെ ഈ AMM എന്ന സംഘടനയിലെ ഒരു എക്സിക്യൂട്ടീവ് അംഗം, ഇപ്പോൾ ഇവിടെ പുറത്തു വന്ന പല കാര്യങ്ങൾ, ഒരു എക്സിക്യൂട്ടീവ് അംഗം കഴിഞ്ഞ ദിവസം ഒരു പത്രത്തിൽ അദ്ദേഹം ദീർഘമായ ഒരു ലേഖനം എഴുതുകയുണ്ടായി. ആ ലേഖനത്തിൽ അദ്ദേഹം പ്രവർത്തിച്ച ഒരു സിനിമയെ സംബന്ധിച്ചാണ്. ആ സിനിമയിൽ അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിച്ച അല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്ന രണ്ടാളുകൾ മരണപ്പെട്ടു എന്ന് അദ്ദേഹം അതിൽ രേഖപ്പെടുത്തി. ഞാൻ അതിനെ ചോദ്യം ചെയ്ത സമയത്ത് അടുത്ത ആഴ്ച തന്നെ അദ്ദേഹം തിരുത്തൽ വരുത്തിയെങ്കിലും ആ തിരുത്തലിലും ഇതെഴുതിയ എന്നെയും അതുപോലെ തന്നെ മറ്റു പലരെയും പരിഹസിക്കുന്നതിനാണ് അദ്ദേഹം മുതിർന്നത് എന്നത് തന്നെ എത്രമാത്രം ജനാധിപത്യ വിരുദ്ധമായി, എത്രമാത്രം ഒരു കാര്യത്തെ അല്ലെങ്കിൽ സാമാന്യ ബോധത്തിന് എതിരായ രീതിയിൽ പ്രവർത്തിക്കുന്നവരാണ് ഇത്തരത്തിലുള്ള സംഘടനയുടെ തലപ്പത്തൊക്കെ എത്തുന്നത് എന്നും ഒക്കെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇവർക്ക് ക്ഷേത്രങ്ങൾ ഇവർക്ക് സ്പോൺസർഷിപ്പ് കൊടുക്കുന്നു എന്നാണ് പറയുന്നത്. നേരത്തെ ഇവരൊരു മതസംഘടനയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു പത്രത്തിന് ഇവർ വീടുകൾ ദാനം ചെയ്തിരുന്നു. അപ്പോൾ ഇതെല്ലാം തന്നെ കാണിക്കുന്നത് ഇവരുടെ സാമ്പത്തിക ഡീലുകൾ എപ്രകാരമുള്ളതാണ്, ഏതൊക്കെയാണ് ഈ പണം, എങ്ങനെയാണ് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ വരുന്നത്, എന്തൊക്കെയാണ് ഇവരുടെ സ്പോൺസർഷിപ്പ് എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പരിഹാസ്യമാണ് ഒരു അർത്ഥത്തിൽ. അതോടൊപ്പം തന്നെ ഇതെല്ലാം അന്വേഷണ വിധേയമാക്കേണ്ടിയിരിക്കുന്നു. പോലീസ്, കോടതികളെല്ലാം തന്നെ ഇതിനെ സംബന്ധിച്ച് ഉള്ള ആലോചനകൾ, പരിശോധനകൾ നടത്തേണ്ടിയിരിക്കുന്നു എന്നാണ് ഒരു പ്രേക്ഷകൻ എന്നുള്ള രീതിയിൽ, മലയാള സിനിമയെ സ്നേഹിക്കുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്ക് എനിക്ക് ഇപ്പോൾ പ്രാഥമികമായി പറയാനുള്ളത്. മറ്റു കാര്യങ്ങൾ തുടർന്ന് ഉന്നയിക്കാവുന്നതാണ്. എല്ലാവർക്കും അഭിവാദനങ്ങൾ.